BJ30 സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേഫ്റ്റിക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ വണ്ടി ഉണ്ടാക്കിയെന്ന് പല കാര്യങ്ങളും പല ഫീച്ചേഴ്സും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ റിയറിലും പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ തന്നെ, പക്ഷെ അതിനൊരു മോട്ടീവ് 3D പനോരമിക് ഇമേജ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറെ വ്യത്യസ്തമായ രീതിയിൽ പേരൊക്കെ വിളിച്ചിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റിലേക്ക് വരുമ്പോൾ 10.25 ഇഞ്ചിന്റെ ഇന്റഗ്രേറ്റഡ് ഇൻസ്ട്രുമെന്റ് പാനൽ എന്ന് വിളിക്കുന്ന അതായത് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 14.6 ഇന്റർടൈൻമെന്റ് സിസ്റ്റം ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബ്ലൂടൂത്ത്, പിന്നെ വൈഫൈ ഉണ്ട് ഈ വണ്ടിയിൽ. സോ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ സ്പീക്കർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 8 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വണ്ടിയുടെ സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല ലെഗ് സ്പേസ്, നല്ല നീ സ്പേസ്, അതുകൂടാതെ ഹെഡ് റൂം ഉള്ള ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ വണ്ടിയുടെ സൈഡ് ഗ്ലാസിന് ഗ്രീൻ ഗ്ലാസ് 4 ഡോർസ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചറിന്റെ നീണ്ട നിരയിലേക്ക് വരാം. ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ് വാണിംഗ് എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും റിയറിലും സീറ്റ് ബെൽറ്റ് വാണിംഗ് ഉണ്ട്. അതായത് ഫ്രണ്ടിലത്തെയും റിയറിലത്തെയും ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വാണിംഗ് വരും. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലോക്ക് ഉണ്ട്, അഥവാ സ്റ്റാളിംഗ് ലോക്ക്. പിന്നെ ഓട്ടോമാറ്റിക് അൺലോക്ക് ആഫ്റ്റർ കൊളീഷൻ ഉണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ടൈൽ സീറ്റ് ഉണ്ട്. ISO ഫിക്സ് ഉണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ കോർണറിംഗ് ബ്രേക്ക് കൺട്രോൾ, CBC. എഞ്ചിൻ ഇലക്ട്രോണിക് ആന്റി തെഫ്റ്റ് സിസ്റ്റം ഉണ്ട്. കാർ ആന്റി തെഫ്റ്റ് സിസ്റ്റം ഉണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്. ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലൈൻ കീപ്പിംഗ് അസിസ്റ്റന്റ്, ലൈൻ ചേഞ്ചിങ് അസിസ്റ്റന്റ്, RMI ആന്റി റോൾ ഓവർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. ട്രാഫിക് ജാം അസിസ്റ്റന്റ്, ഇന്റലിജന്റ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 8 എയർ ബാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് ബ്രേക്കിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പ്ലസ് ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. 2 റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ആണ് റിയറിലും വൈപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോൾ 4 സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനാണ്. 185 ഹോഴ്സ് പവറും. ടോർക്കിലേക്ക് വരുമ്പോൾ 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്ന എഞ്ചിനാണ്. ഡുവൽ ക്ലച്ച് 7 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് ഷിഫ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, സ്പോർട്സ്, സ്നോ, എക്കണോമി. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് അഥവാ സസ്പെൻസ് എന്ന് പറയുന്ന ഈ ടേബിൾ, ഇതാണ് ഈ ഒരു ടേബിൾ. ഇത് ഇപ്പോൾ എടുത്ത് പുറത്തേക്കൊന്നും വെക്കാൻ കഴിയില്ല. അത് ഞാൻ ഒരു മുകളിലുള്ള ഷോല ആയതുകൊണ്ട് ഇത് എടുത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട്, പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ കൂടിയോണ്ട് അത് പറ്റില്ല. സോ ഇങ്ങനെ ഒരു ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സീറ്റ് എല്ലാം വെന്റിലേറ്റഡ് ആണ്. അതുകൂടാതെ സ്റ്റിയറിംഗ് തന്നെ 3 മോഡ്സ് ഉണ്ട്. ഇതിന്റെ തന്നെ പെട്രോൾ വേർഷനും അതുകൂടാതെ ഹൈബ്രിഡ് വേർഷനും ഉണ്ട്. ഇത് പെട്രോൾ വേർഷനാണ്. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ് കൊണ്ട് സമൃദ്ധമായ ഈ കാറിന്റെ കുറെ കാര്യങ്ങൾ. ഇനി കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.